ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അങ്ങയ്ക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. പ്രമേയം സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങയ്ക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. പ്ലീസ് 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 ഒന്ന് ഓർഡറിലായാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ പ്രമേയം വളരെ പ്രധാനപ്പെട്ടതല്ലേ, അതുമായിട്ട് യോജിക്കാം. സർ, രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പ്രവേശനത്തിനായുള്ള ഏകീകൃത ദേശീയ പ്രവേശന പരീക്ഷയായ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾ, പരീക്ഷാ കേന്ദ്രങ്ങളിലെ ഭരണപരവും സാങ്കേതികവുമായ വീഴ്ചകൾ, മാർക്ക് നിർണയത്തിലെയും ഫലപ്രഖ്യാപനത്തിലെയും അപാകതകൾ എന്നിവ മൂലം പരീക്ഷയുടെ വിശ്വാസ്യത, സുതാര്യത, നിഷ്പക്ഷത എന്നിവ ചോദ്യം ചെയ്യപ്പെടുന്ന ഗുരുതരമായ സാഹചര്യത്തിലാണ് ഈ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ഭാവി ജീവിതത്തെയും നിർണ്ണയിക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു ദേശീയ പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഉയർന്നു വരുന്ന പരാതികളും അന്വേഷണങ്ങളും കോടതികളുടെ ഇടപെടലുകളും പൊതുസമൂഹത്തിൽ വ്യാപകമായ ആശങ്കയും അവിശ്വാസവും സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യം അതീവ ദൗർഭാഗ്യകരമാണ്. ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാനസിക സുരക്ഷിതത്വത്തെയും പൊതുജനങ്ങളുടെ പരീക്ഷാ സംവിധാനത്തോടുള്ള വിശ്വാസത്തെയും ബാധിക്കുന്നതോടൊപ്പം രാജ്യത്തെ പൊതുപ്രവേശന പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് തന്നെ ഗുരുതരമായ ആഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ്. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചകളും ക്രമക്കേടുകളും പുറത്തു വന്നിട്ടും അവയുടെ ഗൗരവം യഥാസമയം അംഗീകരിക്കാതെ ഫലപ്രദമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കേന്ദ്ര സർക്കാരിന്റെയും ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെയും സമീപനം പ്രതിഷേധാർഹമാണ്. കേരളത്തിലെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾ വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിലൂടെയും ത്യാഗപൂർണമായ തയ്യാറെടുപ്പുകളിലൂടെയും ആർജിച്ച അവസരങ്ങൾ പരീക്ഷാ ക്രമക്കേടുകളുടെയും ഭരണപരമായ വീഴ്ചകളുടെയും ഫലമായി പ്രതികൂലമായി ബാധിക്കപ്പെട്ട സാഹചര്യം അത്യന്തം ഖേദകരവും ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യ അവസരത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും തത്വങ്ങൾക്ക് നിരക്കാത്തതുമാണ്. ഇത്തരം ആവർത്തിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങൾ നിലവിലെ കേന്ദ്രീകൃത പരീക്ഷാ നടത്തിപ്പ് സംവിധാനത്തിന്റെ കാര്യക്ഷമത, ഉത്തരവാദിത്തം, വിശ്വാസ്യത എന്നിവയെക്കുറിച്ച് ഗൗരവമായ സംശയങ്ങൾ ഉയർത്തുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നും സമീപകാലത്ത് ദേശീയ പരീക്ഷാ ഏജൻസിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സംഘടിപ്പിച്ച നീറ്റ് UG, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് UGC CSIR പരീക്ഷകൾ ഉൾപ്പെടെയുള്ള വിവിധ ദേശീയതല പ്രവേശന പരീക്ഷകളിലും അതോടൊപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ കേന്ദ്ര സർക്കാർ ഏജൻസികൾ നടത്തുന്ന നിയമന പരീക്ഷകളിലും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, പരീക്ഷകൾ മാറ്റിവെക്കൽ, റദ്ദാക്കൽ, സാങ്കേതിക തകരാറുകൾ, സുരക്ഷാ വീഴ്ചകൾ, ഭരണപരമായ അനാസ്ഥ എന്നിവ ആവർത്തിച്ചുണ്ടായിട്ടുള്ളതും CBSE +2 പരീക്ഷയിൽ ഉണ്ടായ ക്രമക്കേടുകളും രാജ്യത്തെ പ്രവേശന നിയമ പരീക്ഷാ സംവിധാനത്തിൽ ഘടനാപരവും ഭരണപരവുമായ ഗുരുതര പോരായ്മകൾ നിലനിൽക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. പരീക്ഷാ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെയും സ്ഥാപനങ്ങളെയും സംഘടിത പരീക്ഷാ ക്രമക്കേട് ശൃംഖലയെയും കണ്ടെത്തി അവരുടെ മേൽ മാതൃകാപരമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ഭരണപരമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർണയിച്ച് നിയമാനുസൃതമായ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കുകയും പരീക്ഷാ നടത്തിപ്പിലെ എല്ലാ ഘട്ടങ്ങളിലും സാങ്കേതിക സുരക്ഷയും സ്വതന്ത്ര മേൽനോട്ടവും നിർബന്ധമാക്കുന്ന സമഗ്രമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരം ക്രമക്കേടുകൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ ജീവൻ ഒടുക്കേണ്ടി വന്ന ദാരുണ സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ജീവനും അന്തസ്സും വിദ്യാഭ്യാസ അവകാശവും സംരക്ഷിക്കുകയും വിശ്വാസ്യതയുള്ള പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസം ഭരണഘടനയുടെ സംയുക്ത പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയമാണെന്ന വസ്തുത പരിഗണിച്ചും ഫെഡറൽ സംവിധാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മാനിച്ചും ദേശീയ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യഥോചിതമായി പരിഗണിക്കുന്നതിനുള്ള ഫലപ്രദമായ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും തുല്യ അവസരങ്ങളും സംരക്ഷിക്കുകയും ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യത, സുതാര്യത, നിഷ്പക്ഷത എന്നിവ പൂർണ്ണമായി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന തരത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിനാവശ്യമായ അടിയന്തരവും ഫലപ്രദമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന് ഈ സഭ ആവശ്യപ്പെടുന്നു. പ്രമേയത്തെ പിന്താക്കേണ്ടതാണ്. ഇതിനകത്ത് 3 ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീ പ്രേംകുമാർ, ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ശ്രീ V മുരളീധരൻ. ശ്രീ പ്രേംകുമാർ, 2 മിനിറ്റ്. വിദ്യാഭ്യാസത്തിന്റെ ഫെഡറൽ സ്വഭാവം ഇല്ലാതാക്കി കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചതിന്റെ ഫലമാണ് ഈ നീറ്റ് വിഷയം. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ അതിന്റെ പ്രാധാന്യത്തിലും ഗൗരവത്തിലും കണ്ട് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. എന്നാൽ 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ 26/6/2024 പരീക്ഷയിൽ
നീറ്റ് പരീക്ഷയിൽ ആവർത്തിച്ച് നടക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് ചട്ടം 130 പ്രകാരം അവതരിപ്പിച്ച ഉപക്ഷേപം ഈ സഭ ചർച്ച ചെയ്ത് ഏകകണ്ഠമായി പാസാക്കി കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനത്തിന്റെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് എന്നതുകൂടി അതിൽ ചേർക്കേണ്ടത് അനിവാര്യമാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നതും കേരള നിയമസഭ ഐക്യകണ്ഠേന അത് ചർച്ച ചെയ്ത് അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയുമാണ്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. സർ, ഈ പ്രമേയം വളരെ അത്യന്താപേക്ഷിതമായ പ്രമേയമാണ് സർ. മാത്രമല്ല, നമുക്കറിയാം നമ്മുടെയൊക്കെ കുട്ടികൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്നത്. ആ പരീക്ഷയിൽ സംഭവിക്കുന്നത് ഇതുപോലെ ഉയർന്ന റാങ്ക് നേടുന്നു. മാത്രമല്ല, ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ ഉന്നത അധികാരത്തിലിരിക്കുന്നവർ ഇതിൽ പ്രതികളായി മാറുന്നു സർ. വളരെ 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 ഒരു ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പാർട്ടിയുടെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ പ്രതികളായി മാറുന്ന ഒരവസ്ഥ കാണുകയാണ് സർ. മാത്രമല്ല സർ, ഇതിൽ കാണുന്നത് ഈ സമയം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുക സർ. സമയം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അതുപോലും നമ്മൾ കണ്ടു ഇതിനകത്തൊക്കെ. ഇതൊക്കെ മാത്രമല്ല സർ, ഇതിൽ എനിക്ക് പ്രമേയത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, പലപ്പോഴും ഇത്തരം ഈ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ മാഫിയ സംഘങ്ങൾ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ എൻട്രൻസ് പരീക്ഷ പരിശീലന പരിപാടി നടപ്പിലാക്കുന്നവരാണ് എന്ന് പലപ്പോഴും തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയത്തിൽ കൂണുപോലെ വളരുന്ന മത്സര പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു നടപടി കൂടി ഉണ്ടാവാൻ കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു തോന്നലുണ്ട് സർ. അതോടൊപ്പം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യം കൂടി ഇവിടെ പറയുകയാണ് സർ. 1200 കേന്ദ്ര വിദ്യാലയങ്ങളിൽ സൂക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുത്ത ഭരണഘടനാ പതിപ്പിൽ അതിന്റെ പ്രീആമ്പിളിൽ സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കിയിരിക്കുകയാണ് സർ. കേന്ദ്ര വിദ്യാലയത്തിൽ 1200 കേന്ദ്ര വിദ്യാലയങ്ങൾ ഇന്ന് രാജ്യത്തുണ്ട് സർ. അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ അയച്ചു കൊടുത്ത ഭരണഘടനയിൽ അതിന്റെ പ്രീആമ്പിളിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് ഗവൺമെന്റ് ഇതിൽ മാത്രമല്ല സർ, പല രംഗത്തും ഈ പറയുന്ന രൂപത്തിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കാനുള്ള ബോധപൂർവമായ അജണ്ട. മാത്രമല്ല സർ, ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 കൊണ്ടുവന്ന ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ചേർത്തതിൽ അഭിമാനിക്കുന്നവരാണ് സർ ഇന്ത്യക്കാർ. എന്നിട്ട് അത് ഒഴിവാക്കിയാണ് സർ കുട്ടികളെ പഠിപ്പിക്കാൻ. എന്നിട്ട് സർ അതിനകത്ത് പറയുന്നത് DP പട്ടേൽ ഡെപ്യൂട്ടി കമ്മീഷൻ അയച്ചു കൊടുത്ത കത്തിൽ പറയുന്നത് യഥാർത്ഥ ഭരണഘടനയുടെ പതിപ്പാണിത്. മാത്രമല്ല സർ, അർഹിക്കുന്ന ആദരവോടും സൂക്ഷ്മതയോടും മൂല്യവത്തായ പഠനം സമഗ്രമായി ഉപയോഗിക്കണം. കേന്ദ്ര വിദ്യാലയ സമിതി ഡെപ്യൂട്ടി കമ്മീഷണർ അയച്ചു കൊടുത്ത കത്തിൽ പറയാണ് സർ. എന്നിട്ട് പറയുന്നത് ഇത് നിങ്ങൾ ഈ പ്രീആമ്പിൾ നിങ്ങൾ അസംബ്ലിയിൽ വായിക്കണം എന്നുകൂടി പറയുന്ന ഒരവസ്ഥ വിശേഷം സർ. സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് എന്ന് വളരെ വ്യക്തമാണ് സർ. ഇന്നത്തെ പത്രത്തിലെ മാതൃഭൂമി പത്രത്തിലെ പ്രധാന ഒരു വാർത്ത കൂടിയാണ് സർ. ഇതിലുകൂടി കേന്ദ്രത്തിന്റെ പ്രത്യേകമായി നമ്മുടെ പ്രതിഷേധവും ശ്രദ്ധയും കൊണ്ടുവരാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി ഇതോടൊപ്പം അഭ്യർത്ഥിക്കാം. ശ്രീ ബി മുരളീധരൻ. സർ, ഈ നീറ്റ് പരീക്ഷയുടെ കഴിഞ്ഞ പരീക്ഷയിലുണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അത് രാജ്യത്തെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ആ ആശങ്കയെ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടുകൂടിയാണ് കണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപേ ഈ നീറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൂടി ഒരു പരാമർശിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നീറ്റ് ഉണ്ടായത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയതല്ല. നീറ്റ് നടപ്പിലാക്കാനുള്ള തീരുമാനമുണ്ടായത് 2010-ലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയത്. 2010 UPA സർക്കാരിന്റെ കാലത്ത് അന്നത്തെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുമാണ് നോട്ടിഫൈ ചെയ്തത്. അതിനുശേഷം ആദ്യം നടന്ന നീറ്റ് പരീക്ഷ അങ്ങ് ഭേദഗതി പോവുകയോ സർ? ഞാൻ പറയാം. അതിനു മുൻപ് എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാന്യനായിട്ടുള്ള അംഗം നീറ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എനിക്ക് അതിനോട്
ആ പറഞ്ഞ കാര്യങ്ങളോട് പരാമർശിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം സാർ. അപ്പൊ സുപ്രീം കോടതി 2013 സുപ്രീം കോടതി ഭൂരിപക്ഷ തീരുമാനപ്രകാരം അന്ന് നടത്തിയ നീറ്റ് പരീക്ഷ റദ്ദാക്കുക അടക്കം ചെയ്തു. അതിനുശേഷം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പരീക്ഷകൾ, ആ പരീക്ഷകളിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകളുടെയും പോരായ്മകളുടെയും ഏകീകൃത സ്വഭാവമില്ലാത്തതിന്റെയും അടിസ്ഥാനത്തിൽ കോടതികളുടെ അടക്കം നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നത്. ഞാൻ വിഷയത്തിലേക്ക് ഭേദഗതി മൂവ് ചെയ്യാം സാർ. ദേശീയ പരീക്ഷാ ഏജൻസി NTA ചുമതലപ്പെടുത്തിയ ആളുകൾ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ വന്ന ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചു. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും നേതൃത്വത്തിൽ പുനഃപരീക്ഷ നടന്നു. നരേന്ദ്രമോദി ഒരു കാര്യം തുടക്കം മുതലേ അങ്ങ് ഭേദഗതി മൂവ് ചെയ്തു സാർ. അങ്ങയുടെ ഭേദഗതി ഇല്ലാതെ പോകില്ല. ഇവിടെ ഇതിനു മുൻപുള്ള ഭേദഗതികൾ അവതരിപ്പിക്കുമ്പോ ഈ ബഹളമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ അതിനർത്ഥം ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചയ്ക്ക് ഈ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും തയ്യാറില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്നുള്ളതാണ്. അതിനോട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ യോജിക്കാൻ സാധിക്കില്ല സാർ. ഞാൻ വിഷയത്തിലേക്ക് വരാം. അങ്ങ് ചെയർ കേക്കോ, ഒരു മിനിറ്റ്. അങ്ങ് ചെയർ പറയുന്നത് കേക്കോ. അങ്ങയുടെ ഭേദഗതി മൂവ് ചെയ്യാം. ഭേദഗതി മൂവ് ചെയ്യുന്നതിന് വേണ്ടി 2 മിനിറ്റാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് സംസാരിച്ച് 3 മിനിറ്റായി 3.5 മിനിറ്റായി എന്നുള്ള തർക്കമേ അങ്ങേക്കുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ ഭേദഗതി മൂവ് ചെയ്യും. ഞാൻ ഭേദഗതിയിലേക്ക് വരാം സാർ. ഈ വിഷയത്തിൽ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഗത്തിൽ തീർപ്പാക്കാനായിട്ടുള്ള പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ, എന്താ മന്ത്രിക്ക് എന്താ പറയാനുള്ളത്? സർ, ഇവിടെ സർക്കാർ ഭാഗത്ത് സർക്കാർ ഭാഗത്ത് ഒരു പ്രമേയം വന്നാൽ ആ പ്രമേയത്തിൽ ഇന്ന വരിയിൽ ഇത്രാമത് ഭേദഗതി എന്ന് പറയല്ലാതെ അവിടെ ഒരു വിശദീകരണ സംസാരത്തിന് യാതൊരു സ്കോപ്പും ഇല്ല. അത് നടപടികൾക്കെതിരാണ്. ഇതിൽ പ്രസംഗമില്ല. ഇതിൽ പ്രസംഗമില്ല. ആർക്കും ഒരാൾക്ക് മാത്രമല്ല, ആർക്കും പ്രസംഗമില്ല. അങ്ങയുടെ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് പ്രസംഗം ഇല്ല എന്ന് പറയുന്നത് കറക്റ്റാണ്. ഞാൻ അതിനോട് പ്രസംഗിക്കുന്നില്ല. ഞാൻ ഒറ്റക്കാര്യം അവിടെ ഒരു പത്രം കാണിച്ചു, ഞാൻ ഇവിടെ ഒരു പത്രം കാണിക്കുക. കേരളത്തിലെ PSC പരീക്ഷ, ഈ PSC പരീക്ഷയില് എന്ത് സംഭവിച്ചു അതിനെക്കുറിച്ച് എന്താ മിണ്ടാട്ടം ഇല്ലാത്തത്? ചർച്ചയാണ്. കാണിക്കുമ്പോ മാത്രമല്ല, പത്രം ഇതും പത്രമാണ്. ഇത് PSC, കേരളത്തിലെ PSC പരീക്ഷയാണ്. ശ്രീ മുരളീധരൻ, ഞാൻ മൂവ് ചെയ്യാം. പാർലമെന്ററി പ്രാക്ടീസ് അറിയാവുന്ന എനിക്കറിയാം സാർ. ദയവായിട്ട് അങ്ങയുടെ ഭേദഗതി മാത്രം മൂവ് ചെയ്യും. ഞാൻ മൂവ് ചെയ്യാം. ഭേദഗതി വരുന്നു എന്ന് പറഞ്ഞ പ്രസംഗം അതില്ലാതെ ഭേദഗതി മൂവ് ചെയ്യും. ഭേദഗതി മൂവ് ചെയ്യാം. ഈ പ്രമേയത്തിലെ രണ്ടാമത്തെ ഖണ്ഡികയിലെ അവസാന വാചകം, ആ അവസാന വാചകത്തിന് പകരം ഞാൻ ഭേദഗതി മൂവ് ചെയ്യാണ്. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും ചിലർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായും ഫലപ്രദമായും ഇടപെട്ട കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഇടപെടലിനെ ഈ സഭ പ്രശംസിക്കുന്നു. അതാണ് അങ്ങയുടെ ഭേദഗതി. അതാണ് അങ്ങയുടെ ഭേദഗതി. ഈ ഭേദഗതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ പറയുന്നതിൽ ഏതെങ്കിലും ഭേദഗതി അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള വിവരം? സർ, ബഹുമാനപ്പെട്ട ശ്രീ പ്രേംകുമാർ മൂവ് ചെയ്ത കാര്യം 15ാം കേരള നിയമസഭ പാസാക്കിയ ഒരു പ്രമേയത്തെ സംബന്ധിച്ചാണ്. അത് ഓൾറെഡി നമ്മുടെ രേഖയിലുള്ളതാണ്. അത് വീണ്ടും നമ്മളിവിടെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ ഉന്നയിച്ച ഒരു കാര്യം, അത് അതിന്റെ ഒരു അന്തസത്ത നമ്മുടെ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് നിലവിലുണ്ട്. അദ്ദേഹം കേന്ദ്രീയ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഗൗരവമുള്ള ഒരു വിഷയമാണ്. പക്ഷെ അത് നമ്മുടെ പ്രമേയത്തിന്റെ വിഷയത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അത് നമ്മൾ അംഗീകരിക്കാൻ നിർവാഹമില്ല. അതുപോലെ ബഹുമാനപ്പെട്ട കഴക്കൂട്ടം അംഗം ഇവിടെ സൂചിപ്പിച്ച കാര്യം, അദ്ദേഹത്തിന്റെ കൃത്യമായ ഭേദഗതികൾ അല്ല പറഞ്ഞത്, അദ്ദേഹം ഒരു പ്രസംഗമാണ് ഇവിടെ നടത്തിയത്.
നമ്മൾ ഈ വിഷയം ഇവിടെ നീറ്റ് എപ്പോൾ ആരംഭിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർച്ചയായി നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾ നടക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷങ്ങളിൽ തുടർച്ചയായി നീറ്റ് പരീക്ഷയിൽ ആവർത്തിച്ച് ലീക്ക് ഉണ്ടാവുകയും ക്രമക്കേടുകൾ നടക്കുകയും കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിരവധി വിദ്യാർത്ഥികളാണ് രാജ്യത്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 30ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായിട്ട് പറയുന്നു. ഈ വർഷം ഇതിനോടകം തന്നെ ഏതാണ്ട് 14 വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി പ്രത്യേകിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA രൂപീകൃതമായതിനു ശേഷം NTA കീഴിൽ നടക്കുന്ന ഈ പരീക്ഷകളിൽ ഉണ്ടാവുന്ന ആവർത്തിച്ചുള്ള പരീക്ഷാ ലീക്കിനെ സംബന്ധിച്ചും ക്രമക്കേടുകളെ സംബന്ധിച്ചും രാജ്യത്താകമാനം ഉണ്ടായിരിക്കുന്ന വലിയ ആശങ്കയുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലാണ്, രക്ഷിതാക്കൾ പ്രതിഷേധത്തിലാണ്. CBSE പരീക്ഷയിൽ അതിൽ വന്നിരിക്കുന്ന ക്രമക്കേടുകളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിൽ നിന്നുകൊണ്ട് അതിലുള്ള നമ്മുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിനുള്ള ഒരു പ്രമേയമാണിത്. അതുകൊണ്ട് ഈ പ്രമേയം കേരളത്തിന്റെ പൊതു താല്പര്യം, നമ്മുടെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയും ഒക്കെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട്, വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഭേദഗതികൾ നിരാകരിക്കുകയാണ്. ശ്രീ കെ പ്രേംകുമാർ, അങ്ങയുടെ ഭേദഗതി അങ്ങ് പ്രസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഭേദഗതി തള്ളിയിരിക്കുന്നു. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, അങ്ങയുടെ ഭേദഗതി അങ്ങ് പ്രസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഭേദഗതി തള്ളിയിരിക്കുന്നു. ശ്രീ വി മുരളീധരൻ, അങ്ങയുടെ ഭേദഗതി പ്രസ് ചെയ്യുന്നില്ലല്ലോ? ശ്രീ വി മുരളീധരൻ, 2026-27 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്നുള്ള ഉപക്ഷേപം അത് പോട്ടെ. ഈ ഭേദഗതികളെ അനുകൂലിക്കുന്നവർ, ശബ്ദയോട്ട് പോരെ, ഭേദഗതികളെ എതിർക്കുന്നവർ, ഭേദഗതികൾ തള്ളിയിരിക്കുന്നു. ഇല്ല, തള്ളി. ഇല്ല ശ്രീ മുരളീധരൻ, നമ്മൾ തമ്മിലൊരു വാക്ക് തർക്കത്തിലോട്ട് ഞാനില്ല. മാത്രമല്ല, ചെയറുമായിട്ടൊരു വാക്ക് തർക്കം അനഭിലഷണീയമാണ്. അതുകൊണ്ട് ആ വാക്ക് തർക്കം വേണ്ട. ഇവിടെ ഭേദഗതി വോട്ടിനിട്ട ഭേദഗതി നിരാകരിച്ചു. ആ ഭേദഗതി ഇല്ലാതെ തന്നെ പ്രമേയം പാസാക്കിയതായി പ്രഖ്യാപിക്കുന്നു.